സോ നമുക്ക് വന്ന റെസ്പോൺസ് ഇവിടെ നോക്കുകയാണെങ്കിൽ റെസ്പോൺസിനുള്ളിൽ വെൽക്കം എന്നൊരു വാക്കുണ്ടാവില്ല. നോക്കൂ. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് പാസ്വേഡ് ആയതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്കിവിടെ ഒരു വെൽക്കം മെസ്സേജ് മാച്ച് ആവുന്നുണ്ട്. ഹേ എവരിവൺ, ഞാൻ മനു. ഞാൻ ഒരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഈ വീഡിയോ എൻ്റെ വെബ് ആപ്ലിക്കേഷൻ പെനിട്രേഷൻ ടെസ്റ്റിംഗ് സീരീസിലെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയാണ്. പ്രീവിയസ്ലി നമ്മൾ ഓവാസിൻ്റെ സാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു വെബ് ആപ്ലിക്കേഷനിലെ വൾനറബിലിറ്റി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫൈൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ മാനുവലി എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഒരു പോരായ്മയുണ്ട്. അതായത് നമ്മളിപ്പോൾ വെബ് ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്ത് അതിലെ വൾനറബിലിറ്റി ഓട്ടോമാറ്റിക്കൽ സ്കാൻ വഴി ഫൈൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ അതിനെയാണ് നമ്മൾ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയുന്നത്. എന്താണ് ഫോൾസ് പോസിറ്റീവ്? നിങ്ങളുടെ വീട്ടിലൊരു ഫയർ അലാറം ഉണ്ട്. ഈ ഒരു ഫയർ അലാറത്തിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? ഇൻ കേസ് ഒരു ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അലേർട്ട് കിട്ടണം. ഇതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. സോ ഇൻ കേസ് നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരാൾ ഒരു ഷവർ കത്തിക്കാൻ വിചാരിക്കുക. സോ ഈ ഒരു പുക നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലും ഈ ഫയർ അലാറം ഈ ഒരു സ്മോക്ക് ഡിറ്റക്ട് ചെയ്തിട്ട് വീട്ടിൽ ഫയർ ഉണ്ടെന്ന് ഒരു അലാറം തരും. സോ ഇവിടെ നമുക്ക് സംഭവിച്ചത് എന്താണ്? ഫയർ അലാറം കൃത്യമായി വർക്ക് ചെയ്തു, പക്ഷേ അവരുടെ ഫൈൻഡിങ് ശരിയായിരുന്നില്ല, കാരണം അവിടെ ഫയർ ഉണ്ടായിരുന്നില്ല. സോ ഇതിനെയാണ് നമ്മൾ ഫോൾസ് പോസിറ്റീവ് എന്ന് പറയാൻ കാരണം. നമ്മളുടെ ഇംപ്ലിമെൻറ്റേഷൻ കൃത്യമായി വർക്ക് ചെയ്തു, പക്ഷേ അതൊരു തെറ്റായിട്ടുള്ള കണ്ടുപിടുത്തമായിരുന്നു. ഇതുപോലെയാണ് നമ്മളുടെ ഓട്ടോമാറ്റിക് സ്കാനും. സോ ഓട്ടോമാറ്റിക് സ്കാനിൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ഫോൾസ് പോസിറ്റീവ് വരാം. ഇൻ കേസ് ആ ഒരു ആപ്ലിക്കേഷൻ ഡാറ്റാബേസിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം ഒരു വൾനറബിലിറ്റി അവിടെ ഉണ്ടെന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നു, പക്ഷേ ഡെവലപ്പർ ഈ ഒരു ഇഷ്യൂ മുൻകൂട്ടി കണ്ട് മറ്റൊരു സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതുകൊണ്ട് തന്നെ അതൊരു ഫോൾസ് പോസിറ്റീവായിട്ടേ ഏതൊരു കമ്പനിയും കണക്കാക്കുകയുള്ളൂ. സോ നിങ്ങൾ ബഗ് ബൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മാനുവൽ അപ്രോച്ചാണ്. സോ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ബ്രൂട്ട് ഫോഴ്സ് എന്ന്. സോ ഈ ബ്രൂട്ട് ഫോഴ്സിലൂടെയാണ് നമുക്ക് ഒരു പാസ്വേഡിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുക. സോ നിങ്ങളിപ്പോൾ ഒരു അറ്റാക്കർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വെബ് ആപ്ലിക്കേഷൻ പെനിട്രേഷൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ചില ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ലോഗിൻ പേജിലെ പാസ്വേഡ് അറ്റാക്ക്. സോ ഈ പാസ്വേഡ് നമുക്ക് എത്ര ടൈം ടൈപ്പ് ചെയ്യാം, ഇൻ കേസ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും എറർ കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അക്കൗണ്ട് ലോക്കൗട്ട് ആകുന്നുണ്ടോ, തുടങ്ങിയ പല കണ്ടീഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതിനൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ബ്രൂട്ട് ഫോഴ്സിങ് അറ്റംപ്റ്റ് നമ്മൾ ഒരു 3 അറ്റംപ്റ്റ്സ് കൂടുതൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അക്കൗണ്ട് ലോക്കൗട്ട് ആയില്ലെങ്കിൽ അറ്റാക്കർക്ക് പിന്നെയും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ഒരു കറക്റ്റ് പാസ്വേഡ് കണ്ടെത്താൻ പറ്റും. സോ ഈ ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ തിയററ്റിക്കൽ ടോപ്പിക് ഓൾറെഡി കഴിഞ്ഞതാണ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്രോച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ ഓമാസ് ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള പ്രാക്ടിക്കലോട്ട് കിടക്കാം. ഗൈസ്, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രാക്ടിക്കൽ, ബ്രൂട്ട് ഫോഴ്സ്. സോ ഇവിടെ നമ്മൾ എന്താണ് ബ്രൂട്ട് ഫോഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ. സോ ഇവിടെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ഒവാസ്പിൻ്റെ സാപ്പ്. സോ നമ്മൾ ഒവാസ് സാപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ബ്രൂട്ട് ഫോഴ്സിങ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് ഇന്ന് പഠിക്കും. സോ അതിന് മുമ്പായിട്ട് നമ്മളുടെ ഫോക്സി പ്രോക്സി വഴി സാപ്പിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്യുക. സോ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ ഒവാസ് സാപ്പിലേക്ക് കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ എന്ത് ചെയ്താലും ആ ഒരു ട്രാഫിക് നമ്മളുടെ ഒവാസ് ആപ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. സോ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ബ്രൂട്ട് ഫോഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഇവിടെ വരുന്നുണ്ട്. നോക്കൂ, DBW ക്ലിക്ക് ചെയ്തപ്പോൾ ഉള്ള ഇൻസിഡൻസ് എല്ലാം ഇവിടെ കൃത്യമായി തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, സോ ഞാൻ ഒരു കാര്യം വിട്ടുപോയി, ഞാൻ തൽക്കാലം ഇതിനെ ലോ ലെവലിലേക്ക് മാറ്റുകയാണ്. സോ നിങ്ങളും ഇത് ചെയ്യുമ്പോൾ ലോ ലെവൽ ഇട്ട് ചെയ്താൽ മതി, കാരണം നമ്മൾ ഹൈ ലെവലിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുകയുള്ളൂ. നമുക്ക് പല കാര്യങ്ങളും ഇവിടെ മനസ്സിലാക്കാനായിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഇവിടെ അഡ്മിൻ ആൻഡ് പാസ്വേഡ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാനിപ്പോൾ അഡ്മിൻ എന്നുള്ള ക്രെഡൻഷ്യൽ കൊടുത്തു. അതിനുശേഷം ഞാൻ പാസ്വേഡ് എന്ന് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇവിടുത്തെ ഡിഫോൾട്ട് ക്രെഡൻഷ്യലായിട്ടുള്ള അഡ്മിൻ ആൻഡ് പാസ്വേഡ് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ലോഗിൻ ചെയ്യുമ്പോഴത്തേന് നോക്കൂ, വെൽക്കം ടു ദ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ അഡ്മിൻ എന്നൊരു മെസ്സേജ് വരും. ഒപ്പം ഒരു ഇമേജും വരുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലായി ഇവിടെ ലോഗിൻ സക്സസ് ആയിട്ടുണ്ടെന്ന്. സോ ഇതാണ് ഈ ഒരു ലോഗിൻ പേജിൻ്റെ യൂസ്. നമുക്കിവിടെ ലോഗിൻ ചെയ്ത്
ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരിക്കൽ കൂടി ബ്രൂട്ട് ഫോഴ്സിലേക്ക് പോയിട്ട് അഡ്മിൻ അതേപോലെ ഒരു റോങ് പാസ്വേഡ് കൊടുക്കുകയാണ്, PP മാത്രം. ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് ഇൻകറക്റ്റ് ആണെങ്കിൽ ഇൻകറക്റ്റ് എന്ന് വരും. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ DBW ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വണ്ടറബിൾ ആപ്ലിക്കേഷൻ ആണെന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ആണെന്നും ഒക്കെ. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കൂ, നമ്മുടെ ട്രാഫിക് ഇവിടെ കൃത്യമായി ട്രാഫിക് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സോ വണ്ടറബിലിറ്റീസിനുള്ളിൽ ബ്രൂട്ട് ഫോഴ്സിനുള്ളിൽ യൂസർ നെയിം നോക്കൂ, ഇവിടെ നമുക്ക് റിക്വസ്റ്റും റെസ്പോൺസും എല്ലാം കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്മിൻ പാസ്വേഡ്, റോങ് പാസ്വേഡ്, അതെല്ലാം കൃത്യമായിട്ട് ഇവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആദ്യം കൊടുത്ത കറക്റ്റ് പാസ്വേഡ്, അതിൻ്റെ റെസ്പോൺസ് നോക്കൂ, സക്സസ് റെസ്പോൺസ് വരുന്നുണ്ട് 200. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രാഫിക്കിനെ വെച്ച് നമ്മളിതിനെ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ പോവുകയാണ്. സോ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ഇതിനെ ഫസറിലേക്ക് ഇടുക. സോ ഇവിടെ ഫസറിൽ വന്നതിന് ശേഷം നോക്കൂ, നമ്മളുടെ ട്രാഫിക് ഇവിടെ കൃത്യമായി കാണിക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു വേഡ് ലിസ്റ്റ് ഉണ്ടാക്കാം. സോ ഞാൻ തൽക്കാലം ഇവിടെ ഒരു വേഡ് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇവിടെ ഞാനിപ്പോൾ അഡ്മിൻ ഇത് ലാസ്റ്റത്തെ പാസ്വേഡാണ് കറക്റ്റ് പാസ്വേഡ്. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഇത് തൽക്കാലം സേവ് ചെയ്യുകയാണ്. പാസ്1 എന്നാണ് കൊടുത്തിരിക്കുന്ന പേര്. സോ ഞാനിത് സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇനിയും വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഞാനിപ്പോൾ പേലോഡ്സിൽ പോയിട്ട് എനിക്ക് ഈ പാസ്വേഡിനെ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേന് നമുക്കിവിടെ സ്ട്രിങ് ആണ് വേണ്ടെങ്കിൽ സ്ട്രിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഫയൽസ് ആണ് വേണ്ടെങ്കിൽ ഫയൽസ് കൊടുക്കുക. ഫയൽസ് ആകുമ്പോൾ നമുക്ക് ഫയൽസിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. സോ നമ്മളുടെ പാസ്വേഡ് ഫയലായിരുന്നു പാസ്1. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ പാസ്വേഡ് ഇവിടെ ലോഡായിട്ടുണ്ട്. സോ നമുക്കിനി ഇത് ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, നമ്മളുടെ പാസ്വേഡ് എവിടെയാണുള്ളത്. സോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേ സ്റ്റെപ്പ് തന്നെ, എന്നാൽ നമുക്ക് വേണ്ട പാസ്വേഡ് ആഡ് ചെയ്യേണ്ടത് എവിടെയാണ്, ഈ PP അല്ലേ. ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം, കാരണം നമ്മൾ പാസ്വേഡ് ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ലൊക്കേഷനിലേക്കാണ്. സോ നമ്മുടെ യൂസർ നെയിം അഡ്മിൻ ആണെന്ന് നമുക്കറിയാം. പാസ്വേഡ് ഓരോന്നായി ട്രൈ ചെയ്യേണ്ടത് ഇവിടെയാണ്. സോ ഫസ്റ്റ് പാസ്വേഡ് ഇവിടെ ട്രൈ ചെയ്ത് നോക്കും, അഡ്മിൻ, അല്ലെങ്കിൽ സെക്കൻഡ് പാസ്വേഡ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കും. സോ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ആഡ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് നോക്കൂ, ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട പഴയ സ്റ്റെപ്പ് ഒന്നുകൂടെ ആഡ് ചെയ്യാം. ജസ്റ്റ് പേലോഡ് എടുക്കുക, ഫയൽസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യേണ്ട ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഓപ്പൺ കൊടുക്കുക. സോ ഇപ്പോൾ നമ്മളുടെ പാസ്വേഡ് അറ്റാക്ക് ചെയ്യേണ്ട ഫയൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നോക്കൂ, നമുക്കിവിടെ ഒരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ അഡ്മിൻ നോക്കൂ, ഇവിടെ നമുക്ക് റെസ്പോൺസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പാസ്വേഡ് എനിക്ക് കറക്റ്റ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കൂ, വെൽക്കം ടു പാസ്വേഡ് പ്രൊട്ടക്ട് ഏരിയ അഡ്മിൻ. നമ്മൾ മുമ്പ് കണ്ട വെൽക്കം മെസ്സേജ് അതേപോലെ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇത് ഞാനിപ്പോൾ ചെയ്ത ഒരു സിമ്പിൾ പാസ്വേഡ് ഫയൽ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ റിയൽ ടൈം അറ്റാക്കേഴ്സ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതേപോലെ സിമ്പിൾ ഫയൽ ഉപയോഗിക്കുക. നിങ്ങൾ ഒരുപക്ഷെ ഉപയോഗിക്കുക വളരെയേറെ പാസ്വേഡ്സ് ഉള്ളൊരു ഫയലായിരിക്കും. സോ ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഫയലുണ്ട്. ആ ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് rocky.txt ആണ് ഫയലിൻ്റെ പേര്. സോ ഈ ഒരു ഫയൽ നിങ്ങളുടെ മെഷീനിലും ഉണ്ട്, നിങ്ങളുടെ സിസ്റ്റം ഫയൽസിനകത്ത് തന്നെ ഈ ഒരു ഫയലുണ്ട്, യൂസർ ഷെയർ വേഡ് ലിസ്റ്റ്. ഇവിടെയാണ് ബൈ ഡിഫോൾട്ടായിട്ട് ഈ ഫയൽ നിങ്ങൾക്കുള്ളത്. സോ അത് എക്സ്ട്രാക്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് ഈ ഫയൽ. സോ ഈ ഫയൽ ഞാനിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത ഫയലാണ്, സിഫ് ഫയലായിരുന്നു, ഞാൻ എക്സ്ട്രാക്ട് ചെയ്തതാണ്. ഈ ഒരു ഫയലിനുള്ളിൽ 1 കോടി പാസ്വേഡിനേക്കാൾ കൂടുതൽ പാസ്വേഡ് ഇതിനകത്തുണ്ട്. സോ ഇതിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് വെറും 46 MB ഉള്ളെങ്കിലും ഇതിനകത്ത് 1 കോടി പാസ്വേഡ് ഉണ്ട്. ഓക്കെ, സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതേ കേസ് ഒരിക്കൽ കൂടി ട്രൈ ചെയ്ത് നോക്കാം, നമുക്കിതേ പാസ്വേഡ് കേസ് വെച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ ഈ ഒരു 4-5 പാസ്വേഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോ പാസ്വേഡായിട്ട് പോയി നോക്കി
ഇതാണോ റൈറ്റ് പാസ്വേഡ് എന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയത്. എന്നാൽ ഇത്രയും 1 കോടി പാസ്വേഡ് ഉള്ളപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പാസ്വേഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ ഏത് പാസ്വേഡാണ് ലോഗിൻ ആയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? സോ അതിനുവേണ്ടി നമുക്കൊരു വഴിയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ വെൽക്കം മെസ്സേജ് നിങ്ങളെ കാണിച്ചത്. വെൽക്കം ടു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ. സോ ഇവിടെ ഈ വെൽക്കം മെസ്സേജ് ഏത് യൂസർ വന്നാലും അത് പോപ്പപ്പ് ആയി വന്നുകൊണ്ടേയിരിക്കും. സോ ഈ ഒരു പോപ്പപ്പ് മെസ്സേജ് എപ്പോൾ പാസ്വേഡ് കറക്റ്റായിട്ട് വരുന്നോ അവിടെ ഈ പോപ്പപ്പ് മെസ്സേജ് വരും, വെൽക്കം ടു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ. സോ നമുക്ക് ഫുൾ ടെക്സ്റ്റ് വേണ്ട, വെൽക്കം എന്നുള്ള ടെക്സ്റ്റ് മാത്രം മതി. സോ ഇൻകറക്റ്റ് പാസ്വേഡ് ആണെങ്കിലോ പാസ്വേഡ് ഇസ് ഇൻകറക്റ്റ് എന്ന് വരും. സോ നമുക്ക് വേണ്ടത് എവിടെയെങ്കിലും വെൽക്കം മെസ്സേജ് കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ അതായിരിക്കും കറക്റ്റ് പാസ്വേഡ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതാണ് നമ്മളുടെ ടാർഗറ്റ്, വെൽക്കം. സോ ഇനി നമ്മൾ ഒരിക്കൽ കൂടി പഴയപോലെ ആ ഒരു റിക്വസ്റ്റ് എടുത്തിരിക്കുകയാണ്. സോ ആ റിക്വസ്റ്റിൽ പോയിട്ട് പിന്നീട് നമ്മൾ ഒരിക്കൽ കൂടി പി പി എന്ന് പറഞ്ഞ ടെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. സോ ഇവിടെ പാസ്വേഡ് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഒന്നൊരു മാറ്റുകയാണ്. സോ പുതിയ കൊടുത്ത പാസ്വേഡ് അഡ്മിൻ ക്യൂ എന്നായിരുന്നു. ഓക്കെ, ഇത് ഓൾറെഡി ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് പി സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റിലേക്ക് പോവുകയാണ്. സോ ഇവിടെ പഴയ പോലെ തന്നെ ഞാൻ പേരോട് എടുത്തു. മുമ്പ് കൊടുത്ത ചെറിയ പാസ്വേഡിന് പകരം ഞാൻ കൊടുക്കാൻ പോകുന്നത് 1 കോടിയുള്ള പാസ്വേഡ് ഫയലാണ്. സോ അതിൻ്റെ പേര് rocky.txt. അത് കിടക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഡൗൺലോഡ്സിനുള്ളിലാണ്. നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ട് ഇത് യൂസർ ഷെയർ വേർഡ് ലിസ്റ്റിലുണ്ട്. ഞാനിത് അപ്ലോഡ് ചെയ്യുകയാണ്. ആൻഡ് റിക്വയർഡ് വൈൽ കാൽക്കുലേറ്റിംഗ് നമ്പർ ഓഫ് പേരോഡ്, ദിസ് മൈറ്റ് ബി കോസ് ഇൻകറക്റ്റ് ക്യാരക്ടർ എൻകോഡിംഗ്. ഓക്കെ, സോ ഞാനൊരു കാര്യം ചെയ്യാം. ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ബൈ ഡിഫോൾട്ട് നമ്മുടെ മെഷീനുള്ള ഫയലിലേക്ക് പോയി നോക്കാം. യൂസർ ഷെയർ വേർഡ് ലിസ്റ്റ്. ഓക്കെ, സോ ഒരു പക്ഷേ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഫയലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം. സോ ഒരുപാട് കോമൺ പാസ്വേഡ്സ്, ഇതൊക്കെ ആൾക്കാർ പലപ്പോഴായിട്ട് ഉപയോഗിക്കുന്ന കോമൺ പാസ്വേഡ്സ് അല്ലെങ്കിൽ സിമ്പിൾ പാസ്വേഡ്സ് ഒക്കെ ആയിരിക്കും. ഇതെല്ലാം ഇതിനകത്തുണ്ട്. സോ ഞാൻ ഇത് ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് സോ ഈ ഒരു പാസ്വേഡ് വരുന്നില്ല. നമുക്കൊന്ന് ട്രൈ നോക്കാം എന്തായാലും. ഓക്കെ, സോ ഞാൻ സ്റ്റാർട്ട് പാസ്വേഡ് കൊടുക്കുമ്പോഴത്തേന് ഓക്കെ ഓൾറെഡി ലോഡ് ആകുന്നുണ്ട്. നോക്കൂ, ഇത്രയേറെ പാസ്വേഡ്സ് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു കേസിൽ ഇവിടെ പാസ്വേഡ് എന്ന് പറയുന്നത് പാസ്വേഡ് ആയതുകൊണ്ട് തന്നെ അത് ആദ്യത്തെ 4-5 പാസ്വേഡ് വരുന്നത് കൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പാസ്വേഡ് വരുന്നത് ഏറ്റവും അവസാനമാണെങ്കിലോ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. സോ ഇവിടെ ഞാൻ നോക്കും, എൻ്റെ CPU വളരെ ഹൈ ആയിരുന്നു, ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെൽക്കം മെസ്സേജ് അവിടെ വരുന്ന കാര്യം. അത് നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ കൊടുത്ത ഈ റിക്വസ്റ്റ് ഇല്ലേ, ഈ റിക്വസ്റ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റിലേക്ക് പോവുക. ഇവിടെ ഇപ്പം ചെയ്ത സെയിം പ്രോസസ്സ് നമ്മൾ ആ ഒരു പേരോട് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ മെസ്സേജ് പ്രോസസ്സ് ഉണ്ടല്ലോ, അവിടെ ചെന്നതിന് ശേഷം ഇവിടെയുള്ള കറണ്ട് മെസ്സേജസ് എല്ലാം ക്ലിയർ ചെയ്യുക, വെൽക്കം മെസ്സേജ് ടൈപ്പ് ചെയ്യുക. നോക്കൂ, ഇവിടെ നമ്മൾക്ക് കൃത്യമായിട്ടൊരു ഫ്ലാഗ് ഇട്ടിട്ടുണ്ട്. ഈ ഫ്ലാഗിൽ പറയുന്നുണ്ട് വെൽക്കം മെസ്സേജ് അല്ലെ വെൽക്കം എന്നുള്ള വാക്ക് ഇവിടെ മാച്ച് ആവുന്നുണ്ടെന്ന്. സോ നമുക്ക് വന്ന റെസ്പോൺസ് ഇവിടെ നോക്കുകയാണെങ്കിൽ റെസ്പോൺസിനുള്ളിൽ വെൽക്കം എന്നൊരു വാക്കുണ്ടാവില്ല. നോക്കൂ, എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് പാസ്വേഡ് ആയതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്കിവിടെ ഒരു വെൽക്കം മെസ്സേജ് മാച്ച് ആവുന്നുണ്ട്. സോ ഇതുകൊണ്ടാണ് നമ്മളുടെ പാസ്വേഡ് ഇവിടെ സക്സസ് ആണെന്ന് പറയാൻ കാര്യം.
സോ ഇങ്ങനെയാണ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റുക. സോ ഇങ്ങനത്തെ ഉള്ള കേസുകളിൽ നമുക്ക് ഓരോ മെസ്സേജസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. സോ ഇപ്പോൾ തന്നെ നമ്മൾക്ക് നോക്കൂ, ഇത്രയേറെ റിക്വസ്റ്റ് നമ്മൾ അയച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് 1% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾക്ക് നോക്കൂ, ഇത്രയേറെ റിക്വസ്റ്റാണ് പോയിട്ടുണ്ടാവുക. സോ അപ്പോൾ നമ്മളൊരു 100% ആണെങ്കിലോ നമുക്ക് ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ നമ്മുടെ മെഷീൻ്റെ യൂസേജ് അത്ര നേരം ഹൈ ആയിരിക്കും. സോ ഇവിടെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ പാസ്വേഡ് ഏതാണെന്ന് ഈ പാസ്വേഡ് ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. സോ ഇതാണ് ബ്രൂട്ട് ഫോഴ്സിങ് അറ്റാക്ക്. ഇങ്ങനെയാണ് അറ്റാക്കേഴ്സ് നമ്മളുടെ ഇങ്ങനെയാണ് അറ്റാക്കേഴ്സ് നിമിഷ നേരം കൊണ്ട് ഒരു വിക്ടിമിൻ്റെ പാസ്വേഡ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ബ്രൂട്ട് ഫോഴ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സെക്യൂരിറ്റി ലെവൽ മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ട്. ലോ, മീഡിയം, ഹൈ, അങ്ങനെ പല ലെവൽസ് ഉണ്ട്. ഓരോ ലെവലിലും പല സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ നടത്തുന്നത് കാരണം നമുക്ക് ഇപ്പോൾ ട്രൈ ചെയ്ത മെത്തേഡ് അപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. ആ ഒരു ലാബ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റൊരു അപ്രോച്ച് ആയിരിക്കും ചെയ്യുക. അപ്പോൾ അടുത്ത ലാബിൽ നമ്മളൊരു ന്യൂ അപ്രോച്ചിലൂടെ ബ്രൂട്ട് ഫോഴ്സ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.